മുത്തേച്ചിയെ പറഞ്ഞുവിടാൻ ഞാൻ പെട്ട പാട്. മരുന്ന് കഴിച്ചിട്ട് ഉറക്കം നിൽക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കൂല. ഗോമതി ചേച്ചി പോയി കിടന്നു, ഞാൻ പതിയെ കഴിച്ചിട്ട് എണീച്ചോളാം. അയ്യോ, പാത്രം കഴുകി വെക്കണ്ടേ മോനെ? ആ സാരമില്ല, ഞാൻ കഴുകി വെച്ചോളാം. ഒരു ദിവസം ഞാൻ കഴുകിന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ലല്ലോ. മോന്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എന്നെ വഴക്ക് ഏൽപ്പിച്ച് അടങ്ങുന്നുള്ള വാശിയില്ല അല്ലേ? അതിന് മുത്തശ്ശി അറിഞ്ഞിട്ട് വേണ്ടേ? രാത്രി ഒരുപാടായി, ചേച്ചി പോയി കിടന്നു, വെളുപ്പിന് എണീക്കേണ്ടതല്ലേ. ശരി ശരി മോനെ. രക്ഷപ്പെട്ടു. ദാ വേഗം കഴിക്കും. എനിക്ക് വേണ്ട, വിശപ്പില്ല. തനിക്ക് വിശപ്പില്ലെങ്കിലും വയറ്റിൽ കിടക്കണ കുഞ്ഞിനുണ്ടാവും. വെറുതെ അതിനെ പട്ടിണി കിടണ്ട. പിടിക്ക്. പോയിരുന്ന് സമാധാനത്തോടെ കഴിക്കും. അല്ല, ആദ്യം കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചതാ. ചെല്ല. കഴിക്കടോ. സത്യമായിട്ട് എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, കുറച്ചെങ്കിലും കഴിച്ചേ പറ്റൂ. കഴിക്കടോ. ഇവിടെ കൂടുതലും വെജാണ്. പൂച്ചയ്ക്ക് ഇഷ്ടപ്പെടുമെന്തോ. ഞാനും വെജിറ്റേറിയനാ. ആഹാ, രക്ഷപ്പെട്ടു. അപ്പൊ ഇനി ആ പ്രശ്നമില്ലല്ലോ. മുത്തശ്ശിയും ഗോമതി ചേച്ചിയൊക്കെ ഉണ്ടാക്കുന്ന അവിയലിന്റെ സാമ്പാറിന്റെ മണം അടിച്ചാൽ മതി, ചോറ് താനെ ഇറങ്ങിക്കോളും. തന്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലാന്ന് തോന്നുന്നു. ഞാൻ കൂടെ ഇരിക്കുന്നോണ്ടാണോ കഴിക്കാൻ ബുദ്ധിമുട്ട്? അതെ, ഒരു കാര്യം ചെയ്യും, പതിയെ സാവകാശം കഴിച്ചിട്ട് പൂജ കിടന്നുറങ്ങിക്കോ, ഞാൻ പുറത്തുണ്ടാവും. ആ പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും ആ സിം കാർഡ് ഉപയോഗിക്കരുത്. അത് വർക്കായാൽ ആ സെക്കൻഡിൽ തന്നെ ടവർ പോയിന്റ് കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റും. നാളെ ഞാൻ തനിക്ക് വേറൊരു സിം തരാം. അത് എൻ്റെ പേരിലുള്ളതായോണ്ട് ആരും സംശയിക്കത്തുമില്ല. അല്ല, ആദ്യ ഞാൻ ഹാളിൽ കിടന്നോളാം. ആരെയും കണ്ടാലോ? ആരെ കാണാനാ, ഇവിടെ എല്ലാവരും ഉറങ്ങി. വാതിലടച്ച് കുറ്റിയിട്ടിട്ട് പൂജ ഉറങ്ങിക്കോ. ശരി. അതെ. എന്താടോ? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്.